നമസ്കാരം KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് കള്ളാർ കോട്ടക്കുന്നിൽ പുലിയെ ചത്ത നിലയിൽ കണ്ടെത്തി. ജഡത്തിന് ഒരാഴ്ച പഴക്കമുണ്ടെന്ന് അനുമാനം. വനം വകുപ്പ് അന്വേഷണം തുടങ്ങി. പൂമാരുതൻ തെയ്യത്തിന്റെ പരിച കൊണ്ടുള്ള തട്ടേറ്റ് യുവാവ് ബോധരഹിതനായി. കാസർഗോഡ് നീലേശ്വരം പള്ളിക്കര പാലാരെ കീഴിൽ ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിലെ തെയ്യം വെള്ളാട്ടത്തിനിടെയായിരുന്നു സംഭവം. മധൂരിൽ BJP ഭരണം തുടർച്ചയായി 46-ാം വർഷത്തിലേക്ക്. വിജയാഘോഷ റാലിയും പൊതുപരിപാടിയും നടത്തി. UDF തൃക്കരിപ്പൂരിൽ വിജയാഹ്ലാദവും പ്രകടനവും പൊതുയോഗവും നടത്തി. വിജയിച്ച സ്ഥാനാർത്ഥികളെ ആനയിച്ചായിരുന്നു ആഹ്ലാദ പ്രകടനം. കള്ളവോട്ട് നടന്നതായുള്ള ആരോപണവുമായി പിലിക്കോട് ഡിവിഷൻ UDF സ്ഥാനാർത്ഥിയും ഭാരവാഹികളും രംഗത്ത്. LDFന്റെ കള്ളവോട്ടിന് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും ഒത്താശ ചെയ്തുവെന്നും നേതാക്കൾ. ജോധ്പൂരിൽ നടക്കുന്ന ദേശീയ സ്കൂൾ ഗെയിംസിൽ പങ്കെടുക്കുന്ന കേരള സെപക് താക്രോ ടീമുകൾ ഡിസംബർ 16-ന് കളത്തിലിറങ്ങും. ചൊവ്വാഴ്ച രാവിലെയാണ് ആദ്യ മത്സരം. JCI വിദ്യാനഗറിന്റെ 2026 വർഷത്തെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് ചൊവ്വാഴ്ച. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. വാർത്തകൾ വിശദമായി. കാസർഗോഡ് കള്ളാർ കോട്ടക്കുന്നിൽ പുലിയെ ചത്ത നിലയിൽ കണ്ടെത്തി. കോട്ടക്കുന്നിലെ ചാരാത്ത് ഷാജി എന്ന വ്യക്തിയുടെ പറമ്പിലാണ് പുലിയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. ജഡത്തിന് ഒരാഴ്ച പഴക്കമുണ്ടെന്നാണ് അനുമാനം. രാജപുരം കള്ളാറിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ ഇന്ന് ഉച്ചയോടെയാണ് ചത്ത നിലയിൽ പുലിയെ കണ്ടെത്തിയത്. കള്ളാർ പഞ്ചായത്തിലെ പുഞ്ചക്കര കോട്ടക്കുന്നിലെ ഷാജിയുടെ പറമ്പിലാണ് പുലിയുടെ ജഡം കണ്ടെത്തിയത്. പ്രദേശവാസികൾ പറമ്പിൽ പുലിയെ ചലനമറ്റ നിലയിൽ കണ്ടതോടെ ഉടൻ തന്നെ വനം വകുപ്പിനെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും മൃഗ ഡോക്ടറും ഉൾപ്പെടെ സ്ഥലത്തെത്തുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. ജഡത്തിന് ഒരാഴ്ചയിലധികം പഴക്കം തോന്നുന്നതായാണ് അനുമാനിക്കുന്നത്. പുലി മരിച്ചതിന്റെ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല. കണ്ണൂരിൽ നിന്നുള്ള വെറ്റിനറി ഡോക്ടർമാർ സ്ഥലത്തെത്തി പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷമേ മരണകാരണം സ്ഥിരീകരിക്കുവാൻ കഴിയൂവെന്ന് ഫോറസ്റ്റ് അധികൃതർ അറിയിച്ചു. വൈദ്യുതാഘാതമോ വിഷപ്രയോഗമോ മറ്റു പരിക്കുകളോ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ വ്യക്തമാകുകയുള്ളൂ. സംഭവം പ്രദേശവാസികൾക്കിടയിൽ ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ചുകാലമായി കാട്ടുമൃഗങ്ങളുടെ സാന്നിധ്യം ജനവാസ മേഖലകളിൽ വർദ്ധിക്കുന്നതായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടി. ജനവാസ മേഖലയായതിനാൽ പ്രദേശത്ത് സുരക്ഷാ മുൻകരുതൽ നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പൂമാരുതൻ തെയ്യത്തിന്റെ പരിച കൊണ്ടുള്ള തട്ടേറ്റ് യുവാവ് ബോധരഹിതനായി. കാസർഗോഡ് നീലേശ്വരം പള്ളിക്കര പാലാരെ കീഴിൽ ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിലെ തെയ്യം വെള്ളാട്ടത്തിനിടെയായിരുന്നു സംഭവം. പ്രദേശവാസിയായ മനു എന്ന യുവാവാണ് അപ്രതീക്ഷിതമായി പരിച കൊണ്ടുള്ള തട്ടേറ്റ് ബോധരഹിതനായി വീണത്. ഈ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കാസർഗോഡ് നീലേശ്വരം പള്ളിക്കര പാലാരെ കീഴിൽ ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിലെ പൂമാരുതൻ ദൈവത്തിന്റെ വെള്ളാട്ടത്തിനിടെയാണ് തെയ്യത്തിന്റെ പരിച കൊണ്ടുള്ള തട്ടേറ്റ് യുവാവ് ബോധരഹിതനായി വീണ സംഭവമുണ്ടായത്. പ്രദേശവാസിയായ മനു എന്ന യുവാവിനാണ് അപ്രതീക്ഷിതമായി തെയ്യത്തിന്റെ പരിച കൊണ്ടുള്ള തട്ടേറ്റത്. പിന്നാലെ യുവാവ് ബോധരഹിതനായി വീഴുകയായിരുന്നു. വെള്ളാട്ടം കെട്ടിയാടുന്നതിനിടെ ആചാരങ്ങളുടെ ഭാഗമായി ആളുകളെ ഭയപ്പെടുത്തുന്ന രീതിയിൽ പരിച കൊണ്ട് തട്ടുന്നത് പതിവാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. എന്നാൽ വെള്ളാട്ടം കെട്ടിയാടിയിരുന്ന വ്യക്തിയുടെ കയ്യിലുണ്ടായിരുന്ന മരത്തിന്റെ പരിച തലയിലിടിച്ചതിനെ തുടർന്ന് മനു നിലത്ത് വീണ് അബോധാവസ്ഥയിലാവുകയായിരുന്നു. ഉടൻ തന്നെ സമീപത്തുണ്ടായിരുന്ന ആളുകൾ ഇടപെട്ട് വെള്ളാട്ടം നിർത്തിവെപ്പിച്ചു. അപകടം നടന്ന ഉടൻ തന്നെ മനുവിനെ സമീപത്തെ ആശുപത്രിയിൽ എത്തിക്കുകയും പ്രാഥമിക ചികിത്സ നൽകുകയും ചെയ്തു. പരിശോധനകളിൽ ഗുരുതരമായ പരിക്കുകളൊന്നുമില്ലെന്ന് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് യുവാവിനെ വിട്ടയച്ചു. നിലവിൽ യുവാവിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ബന്ധുക്കൾ അറിയിച്ചു. മലനാട് കാണുവാൻ ഏഴിമലയിലെത്തിയ ആര്യ രാജപുത്രിയുടെ സഹോദര സ്ഥാനീയനാണ് മല്ലനായ പൂമാരുതൻ എന്നാണ് വിശ്വാസം. വഴിനീളെ 107 ആഴി കടന്ന് ദുഷ്ടശക്തികളെ നിഗ്രഹിച്ച് ഭക്തരെ രക്ഷിച്ചു എന്നാണ് വിശ്വാസം. പൂമാല ഭഗവതിയെ ആരാധിക്കുന്ന ക്ഷേത്രങ്ങളിലാണ് പൂമാരുതൻ കെട്ടിയാടുന്നത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ക്ഷേത്രങ്ങളിൽ പ്രധാനമായും പൂമാല ഭഗവതിയെ ആരാധിക്കുന്നിടത്ത് പൂമാരുതൻ കെട്ടിയാടാറുണ്ട്. പൂമാല ഭഗവതിക്ക് പൂപറിക്കുവാൻ സഹായിച്ച വായുരൂപം ധരിച്ച മല്ലന് പൂമാരുതൻ എന്ന് പേര് നൽകി ഭഗവതി സഹോദരനായി സ്വീകരിച്ചു. പിന്നീട് അവർ ഒരുമിച്ചാണ് മലനാട്ടിലേക്ക് യാത്ര ചെയ്തതെന്നും വിശ്വാസമുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ രാമന്തളി, കുറുവന്തട്ട അറ, തായിനേരി,
പനയാല, നീലേശ്വരം തുടങ്ങിയ സ്ഥലങ്ങളിലെ ക്ഷേത്രങ്ങളിൽ ഈ തെയ്യം കെട്ടിയാടുന്നുണ്ട്. തെയ്യത്തിന്റെ വേഷവിധാനം, മരം, നിറങ്ങൾ എന്നിവ ക്ഷേത്രത്തിലെ രീതികൾക്കനുസരിച്ച് വ്യത്യാസപ്പെടാം. വെള്ളാട്ട രൂപത്തിലും ഈ തെയ്യം വരാറുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. BJP ഭരണം തുടർച്ചയായി 46-ാം വർഷത്തിലേക്ക് കടക്കുന്ന അവസരത്തിൽ BJP മധൂർ പഞ്ചായത്ത് ഈസ്റ്റ് വെസ്റ്റ് ഏരിയ കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ വിജയാഘോഷ റാലിയും പൊതുപരിപാടിയും സംഘടിപ്പിച്ചു. സൂർലു ശ്രീ ഗണേശ ഭജന മന്ദിരത്തിൽ നിന്നാരംഭിച്ച വിജയാഘോഷ റാലിയിൽ ആയിരങ്ങൾ പങ്കെടുത്തു. വാദ്യമേളങ്ങളോടെയും DJ-യുടെ അകമ്പടിയോടും കൂടി നടന്ന റാലിയിൽ BJP ജില്ലാ പ്രസിഡന്റ് ML അശ്വനിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ നൃത്തച്ചുവടുകൾ വെച്ചു. രണ്ട് മണിക്കൂറോളം സമയമെടുത്താണ് വിജയറാലി മധൂർ ക്ഷേത്രത്തിന് മുന്നിൽ സമാപിച്ചത്. ജില്ലാ ജനറൽ സെക്രട്ടറി PR സുനിൽ, മധൂർ പഞ്ചായത്ത് ഈസ്റ്റ് ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് രവി ഗട്ടി, ജനറൽ സെക്രട്ടറി ധനഞ്ജയൻ മധൂർ, വെസ്റ്റ് ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് മാധവ മാസ്റ്റർ, ജനറൽ സെക്രട്ടറി ഗണേഷ് മിപ്പുകുരി എന്നിവർ നേതൃത്വം നൽകി. വിജയാഘോഷ പരിപാടിയുടെ ഉദ്ഘാടനം BJP സംസ്ഥാന സെൽ കോർഡിനേറ്റർ VK സജീവൻ നിർവഹിച്ചു. കേരളത്തിൻ്റെ വടക്കേയറ്റത്ത് BJP ഭരണം തുടർച്ചയായി 46-ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ കേരളത്തിൻ്റെ തെക്കേയറ്റത്ത് ഭരണസിരാകേന്ദ്രം സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തത് താമരയുടെ തിളക്കം വർദ്ധിപ്പിക്കുന്നതാണെന്ന് VK സജീവൻ പറഞ്ഞു.
ജമാഅത്തെ ഇസ്ലാമിയുടെ കോർ ഐഡിയ എന്താണ്? ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്നില്ല. അവര് മതേതര പാർട്ടിയല്ല. അതിലെല്ലാം ഉപരി അവരുടെ കോർ ഐഡിയ അവർ ഭരണത്തിൽ വന്നാൽ ശരീഅത്ത് നിയമം നടപ്പിലാക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരിക്കൽ കൂടി മധൂരിലെ ജനങ്ങളോട് നന്ദി പറയേണ്ടതുണ്ട്. ശരീഅത്ത് നിയമം നടപ്പിലാക്കുമെന്ന് പറയുന്ന ഒരു സംഘടനയെ കൂട്ടുപിടിച്ചുകൊണ്ട് മത്സരിച്ച ആ UDF മുന്നണിയെ ഈ മണ്ണിൽ വീണ്ടും വീണ്ടും തറവറ്റിക്കുന്ന ഈ മധൂരിലെ ജനങ്ങളോടുള്ള നന്ദി, ഭാരതീയ ജനതാ പാർട്ടിയുടെ നന്ദി പ്രകടിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുക. BJP മധൂർ പഞ്ചായത്ത് ഈസ്റ്റ് ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് രവി ഗട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി PR സുനിൽ, ജില്ലാ വൈസ് പ്രസിഡന്റ് P രമേശ്, ജില്ലാ സെൽ കോർഡിനേറ്റർ സുകുമാർ കുതിരേപ്പാടി, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് K ഗോപാലകൃഷ്ണൻ, മധൂർ പഞ്ചായത്ത് ഈസ്റ്റ് ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് രവി ഗട്ടി, ജനറൽ സെക്രട്ടറി ധനഞ്ജയൻ മധൂർ, വെസ്റ്റ് ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് മാധവ മാസ്റ്റർ, ജനറൽ സെക്രട്ടറി ഗണേഷ് മീപ്പുകുരി എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വസ്ത്രവ്യാപാര രംഗത്ത് കാസർഗോഡിന് പ്രൗഢിയേകുന്ന മുബാറക് സിൽക്സ് പ്ലാറ്റിനം ജൂബിലി നിറവിൽ. ആഘോഷത്തിന്റെ ഭാഗമായുള്ള ബമ്പർ സെയിലിന് തുടക്കമായി. 4 ദിവസങ്ങളിലായി നടക്കുന്ന ബമ്പർ സെയിലിൽ വസ്ത്രങ്ങൾക്ക് വൻ ഓഫറുകൾ ലഭിക്കും. ബ്രാൻഡ് ഏതായാലും ഓഫറിന്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ് എന്ന ടാഗ് ലൈനോടുകൂടിയുള്ള ബമ്പർ സെയിൽ കാസർഗോഡിന് ഏറ്റവും മികച്ച ഷോപ്പിംഗ് അനുഭവമാണ് നൽകുന്നത്. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിലെ പാതൂർ കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന മുബാറക് സിൽക്സ് പ്ലാറ്റിനം ജൂബിലി നിറവിൽ. പാരമ്പര്യ തികവോടെയും വസ്ത്രങ്ങളുടെ ഏറ്റവും വിപുലമായ കളക്ഷനുകളോടും കൂടി വസ്ത്രവ്യാപാര രംഗത്ത് കാസർഗോഡിന് പ്രൗഢിയേകുന്ന മുബാറക് സിൽക്സ് ഏറ്റവും മികച്ച ഉപഭോക്തൃ സേവനത്തിലൂടെ ജനഹൃദയങ്ങളിൽ ഇടം നേടിയ സ്ഥാപനം കൂടിയാണ്. പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി 4 ദിവസത്തെ ബമ്പർ സെയിലിന് ഇവിടെ തുടക്കമായി. ഉപഭോക്താക്കൾക്ക് ഗുണകരമാകുന്ന തരത്തിൽ കാസർഗോഡ് കണ്ട ഏറ്റവും മികച്ച ബമ്പർ സെയിലാണ് മുബാറക് സിൽക്സിൽ ആരംഭിച്ചിരിക്കുന്നത്. എല്ലാത്തരം വസ്ത്രങ്ങളും വലിയ വിലക്കുറവിൽ ഈ സെയിലിലൂടെ ഉപഭോക്താക്കൾക്ക് ലഭ്യമാകും. ഗുണനിലവാരത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ ഉപഭോക്താവിൻ്റെ അഭിരുചിക്കനുസരിച്ച് നല്ല ഉൽപ്പന്നങ്ങൾ മാത്രം വിൽപ്പന നടത്തുന്നതിനാൽ ജനമനസ്സുകളിൽ മുബാറക്കിന് വലിയ സ്വീകാര്യതയുണ്ട്. ആ വിശ്വാസം കാത്തുസൂക്ഷിച്ചുകൊണ്ടാണ് ഉപഭോക്താക്കൾക്കായി വൻ ഓഫറുകളോടുകൂടി പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ബമ്പർ സെയിൽ ഒരുക്കിയിരിക്കുന്നതെന്ന് മുബാറക് സിൽക്സ് മാനേജ്മെന്റ് പ്രതിനിധികൾ അറിയിച്ചു. ഈ ഓഫർ പരമാവധി ആളുകൾ പ്രയോജനപ്പെടുത്തണമെന്ന് മുബാറക് സിൽക്സ് മാനേജ്മെന്റ് അറിയിച്ചു. 75ാം വാർഷികം പ്രമാണിച്ച് ഇന്നു മുതൽ 14 മുതൽ 17-ാം തീയതി വരെയുള്ള നടക്കുന്ന സെയിലിൽ നല്ല വമ്പിച്ച സഹായം എല്ലാവർക്കും കിട്ടും. 20 മുതൽ 30% വരെ ഡിസ്കൗണ്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷനാണ് നമ്മളെ എല്ലാ ഇതും. അതുകൊണ്ട് എല്ലാവരും മാക്സിമം കസ്റ്റമർ യൂസ് ആക്കണം. ബ്രാൻഡ് ഏതായാലും ഓഫറിന്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ് എന്ന ടാഗ് ലൈനോടുകൂടിയുള്ള ബമ്പർ സെയിൽ കാസർഗോഡിന് ഏറ്റവും മികച്ച ഷോപ്പിംഗ് അനുഭവമാണ് പകർന്നു നൽകുന്നത്. കഴിഞ്ഞ 10-30 വർഷമായിട്ട് ഞാൻ മുബാറക്കിലൊരു കസ്റ്റമറാണ്. ഇവരിപ്പം ഓഫർ ഇട്ടിരിക്കുകയാണ്. ഇവർ ഓഫർ 100% ജെനുവിനാണ്. അതുപോലെ ഇവർ സാധനങ്ങളും ഈ ലിനൻ ക്ലബ്ബ് പോലുള്ള ഇന്ത്യയിലെ ടോപ്പ് ബ്രാൻഡ് സാധനങ്ങൾ വളരെ ജെനുവിനായ റേറ്റിന് മുമ്പേ തരുമായിരുന്നു. അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ഡിസ്കൗണ്ട് കൂടി ഇട്ടിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, പർച്ചേസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു സുവർണ്ണ അവസരമായിട്ടാണ് ഇതിനെ കാണുന്നത്. ബമ്പർ സെയിൽ ആരംഭിച്ചതിന് ശേഷമുള്ള ആദ്യ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വൻ തിരക്കാണ് മുബാറക് സിൽക്സിൽ അനുഭവപ്പെടുന്നത്. 17-ാം തീയതി ബമ്പർ സെയിലിന് സമാപനമാകും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
ഐക്യജനാധിപത്യ മുന്നണി നേടിയ മിന്നും വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് UDF തൃക്കരിപ്പൂരിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. വിജയിച്ചവരെ ആനയിച്ച് ബീരിച്ചേരി ഗേറ്റ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനത്തിന് UDF ജില്ലാ നേതാക്കൾ നേതൃത്വം നൽകി. തൃക്കരിപ്പൂരിലെ ഐക്യജനാധിപത്യ മുന്നണി കുറ്റാത്തിന്റെ കരങ്ങളിലേക്ക് വീണ്ടും ചരിത്ര വിജയം സമ്മാനിച്ചുകൊണ്ട് വീണ്ടും ഈ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസാരഥ്യം ഐക്യജനാധിപത്യ മുന്നണിയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച ഈ നാട്ടിലെ പ്രിയ വോട്ടർമാരെ നിങ്ങൾക്ക് ആയിരം അഭിവാദ്യങ്ങൾ അർപ്പിച്ചു വരുന്നു. അഭിനന്ദനത്തിന്റെ പൂച്ചകൾ പ്രിയപ്പെട്ടവരെ സമാനതകളില്ലാത്ത സമഗ്രമായ വികസന കാര്യങ്ങളിലേക്ക് വീണ്ടും ഈ ഗ്രാമപഞ്ചായത്തിന്റെ നിങ്ങൾ വിജയിപ്പിച്ച നിങ്ങളെ സ്ഥാനാർത്ഥി ആനയിച്ചിട്ടുള്ള ഇതാ ഈ വിജയാഹ്ലാദ പ്രകടനമാണ്. അനുവദിക്കുക, അനുമോദിക്കുക, അനുമോദനത്തിന്റെ 1000 പൂച്ചെണ്ടുകൾ അർപ്പിക്കുക. പ്രിയപ്പെട്ട കേരളമാകെ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട 20 അംഗങ്ങളെയും നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തൃക്കരിപ്പൂർ പഞ്ചായത്ത് പരിധിയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 3 അംഗങ്ങളെയും ആനയിച്ച് ബീരിച്ചേരി ഗേറ്റ് പരിസരത്ത് നിന്നുമാണ് ആഹ്ലാദ പ്രകടനത്തിന് തുടക്കമായത്. 100 കണക്കിന് സ്ത്രീകൾ ഉൾപ്പെടെ ആയിരങ്ങളാണ് പ്രകടനത്തിൽ പങ്കെടുത്തത്. ടൗൺ ചുറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് ആഹ്ലാദ പ്രകടനം സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി AGC ബഷീർ ഉദ്ഘാടനം ചെയ്തു. 4 കോർപ്പറേഷനും UDF അഞ്ച് കോർപ്പറേഷനും UDF തിരിച്ചു പിടിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അഭൂതപൂർവമായ വിജയം. കൊല്ലം എന്ന് പറയുന്നത് CPM-ന്റെ ഉരുക്കുകോട്ടയാണ്. ആ കൊല്ലം ജില്ലയിലെ കൊല്ലം കോർപ്പറേഷൻ പോലും UDF വർഷങ്ങൾക്ക് ശേഷം. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ VK ഭാവ അധ്യക്ഷത വഹിച്ചു. DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, P കുഞ്ഞിക്കണ്ണൻ, സത്താർ വടക്കുംപാട്, KV വിജയൻ, S കുഞ്ഞഹമ്മദ്, പ്രസാദ് വളവറ, TP അഹമ്മദ് ഹാജി, അഡ്വക്കേറ്റ് MTP കരീം എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. തിരഞ്ഞെടുപ്പിന്റെ ജില്ലയിലെ മുഖ്യ ചുമതല വഹിക്കുന്ന ജില്ലാ കളക്ടർക്കെതിരെ ആരോപണങ്ങളുമായി ജില്ലാ പഞ്ചായത്ത് പിലിക്കോട് ഡിവിഷൻ സ്ഥാനാർത്ഥിയും UDF ഭാരവാഹികളും രംഗത്ത്. തൃക്കരിപ്പൂർ പിലിക്കോട് പഞ്ചായത്തുകൾ മുഖ്യമായി ഉൾപ്പെട്ടിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് പിലിക്കോട് ഡിവിഷനിൽ LDF-ന്റെ കള്ളവോട്ടിന് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും ഒത്താശ ചെയ്തുവെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ പിലിക്കോട് പഞ്ചായത്തിലെ 18 വാർഡുകളിലായി ഏതാണ്ട് 2000-ൽ പരം കള്ളവോട്ടുകൾ രേഖപ്പെടുത്തിയതായി പ്രാഥമികമായി തന്നെ UDF വിജിലൻസ് വിഭാഗം കണ്ടെത്തിയതായി നേതാക്കൾ പറഞ്ഞു. പിലിക്കോട്ടെ വിവിധ പോളിംഗ് ബൂത്തുകളിലെ പോളിംഗ് ഓഫീസർമാർ ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശിച്ച തിരിച്ചറിയൽ കാർഡുകൾ പരിശോധിച്ച് ഉറപ്പുവരുത്തുകയോ ചെയ്തില്ലെന്ന് മാത്രമല്ല, ചൂണ്ടുവിരലിൽ പതിച്ച മഷി അടയാളം പരിശോധിക്കുക പോലുമില്ലാതെ കള്ളവോട്ടുകൾ ചെയ്യുന്നതിനായി കൂട്ടുനിന്നുവെന്നും UDF നേതാക്കൾ ആരോപിച്ചു. തെരഞ്ഞെടുപ്പിന് വളരെ മുൻപ് തന്നെ പിലിക്കോട് ഡിവിഷൻ സ്ഥാനാർത്ഥി ബൂത്തുകളിൽ വെബ് ക്യാമറ സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും അത് നിഷേധിച്ചുവെന്ന് മാത്രമല്ല, വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മുൻപ് വരെ സെൻസിറ്റീവ് ബൂത്തുകളുടെ ലിസ്റ്റ് രഹസ്യമായി സൂക്ഷിക്കുകയും ചെയ്തുവെന്നും അവർ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് വരണാധികാരി ചീഫ് ഏജന്റിനെയോ സ്ഥാനാർത്ഥികളെയോ പങ്കെടുപ്പിച്ചുള്ള ഒരു യോഗം പോലും വിളിച്ചു ചേർക്കുകയോ തെരഞ്ഞെടുപ്പ് ക്രമീകരണങ്ങൾ അറിയിക്കുകയോ ചെയ്തില്ലെന്നും UDF ആരോപിക്കുന്നു. കള്ളവോട്ട് ചെയ്യാൻ വിവിധ ബൂത്തുകളിൽ എത്തിയവരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നുവെങ്കിലും ഇപ്പോഴും കേസ് രജിസ്റ്റർ ചെയ്യാത്തത് ഗുരുതര പിഴവായി കണ്ട് നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് തുടക്കമിട്ടതായും ഇവർ അറിയിച്ചു. പ്രാകൃതമായ നായ്ക്കരണപ്പൊടി പ്രയോഗം പോലും ഈ മാറിയ കാലത്ത് നടത്തിയ LDF നടപടി ലജ്ജാകരമാണെന്നും UDF നേതാക്കൾ പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പിലിക്കോട് ഡിവിഷനിൽ LDF സ്ഥാനാർത്ഥിയുടെ വിജയം നിയമപരമായി ചോദ്യം ചെയ്യുവാനും കള്ളവോട്ടിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ വിവിധ തരത്തിലുള്ള നിയമ നടപടികൾ കൈക്കൊള്ളുവാനും UDF തീരുമാനിച്ചതായും നേതാക്കൾ പറഞ്ഞു. പ്രത്യേകിച്ച് പിലിക്കോട് പഞ്ചായത്തിലെ UDF-ന്റെ ഏജന്റുമാരെ ഭീഷണിപ്പെടുത്തുകയും UDF ഏജന്റുമാരെ ആക്രമിക്കുകയും ചെയ്ത് ഏകപക്ഷീയമായ ഒരു വോട്ടെടുപ്പായിരുന്നു പോളിംഗ് ദിവസം നടന്നത്.
തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ റിട്ടേണിംഗ് ഓഫീസർമാരെയും പോലീസ് മേധാവികളോടും പ്രശ്നബാധിത ബൂത്തുകളുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് എങ്കിലും അതൊക്കെ ചവറ്റുകൊട്ടയിൽ ഇട്ടിട്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തെരഞ്ഞെടുപ്പ് സംവിധാനം ദുരുപയോഗപ്പെടുത്തിയും കലക്ടർ അടക്കമുള്ള തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരും പോലീസ് വകുപ്പും തീരുമാനിച്ചത്. ഇവിടെ പിലിക്കോട് പഞ്ചായത്തിലെ 10ഓളം ബൂത്തുകളിലെ ഏകപക്ഷീയമായ തെരഞ്ഞെടുപ്പായിരുന്നു. പ്രധാനമായും നാലാം ബൂത്ത്, മൂന്നാം വാർഡ്, 4-ാം വാർഡ്, 5-ാം വാർഡ്, 6, 7, 8, 9, 10, 11 വാർഡുകൾ യഥാർത്ഥത്തിൽ കള്ളവോട്ടുകൾ മാത്രമാണ് അവിടെ നടന്നത്. യഥാർത്ഥ വോട്ടർമാരെ അകത്ത് കടത്താനോ നിർഭയമായി വോട്ട് ചെയ്യാനോ ഉള്ള സാഹചര്യം ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടാക്കിയില്ല. UDF ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി കരിമ്പിൽ കൃഷ്ണൻ, ചീഫ് ഏജന്റും DCC വൈസ് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, ഡിവിഷൻ ചെയർമാൻ സത്താർ വടക്കുംപാട്, പിലിക്കോട് പഞ്ചായത്ത് UDF ചെയർമാൻ നിഷാം പട്ടേൽ, കൺവീനർ AV കുഞ്ഞികൃഷ്ണൻ, തൃക്കരിപ്പൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പ്രസാദ് ഒളവറ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. രാജസ്ഥാനിലെ ജോധ്പൂരിൽ നടക്കുന്ന ദേശീയ സ്കൂൾ ഗെയിംസിൽ പങ്കെടുക്കുന്ന കേരള സെപക് താക്രോ ടീമുകൾ ഡിസംബർ 16-ന് കളത്തിലിറങ്ങും. തൃക്കരിപ്പൂർ ഫായിക്ക അക്കാദമിയിൽ പരിശീലിച്ച ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ടീമുകൾക്ക് ചൊവ്വാഴ്ച രാവിലെയാണ് ആദ്യ മത്സരം. 69ാമത് ദേശീയ സ്കൂൾ ഗെയിംസിൽ 19 വയസ്സിൽ താഴെയുള്ളവരുടെ സെപക് താക്രോ മത്സരത്തിൽ പങ്കെടുത്ത് കേരളത്തെ പ്രതിനിധീകരിക്കുന്ന ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ടീമുകൾ പുറപ്പെട്ടു. ഒരാഴ്ച നീണ്ട പരിശീലന ക്യാമ്പിൽ നിന്നാണ് ടീം തെരഞ്ഞെടുപ്പ് നടന്നത്. ആൺകുട്ടികളുടെ ടീമിനെ പാലക്കാട് ജില്ലയിലെ G അനുഭവ് നയിക്കും. VB ലെനോ, ഡാൽവിൻ ദേവസിക്കുട്ടി, S ആര്യൻ, K അക്ഷജ് എന്നിവരാണ് ടീം അംഗങ്ങൾ. കാസർഗോഡ് ജില്ലയിലെ KV ബാബുവാണ് പരിശീലകൻ. കോട്ടയത്തെ VK ഷിബുവാണ് മാനേജർ. തൃശൂർ ജില്ലയിലെ ഐശ്വര്യ ജോയിയാണ് പെൺകുട്ടികളുടെ ടീമിനെ നയിക്കുക. അന്ന മരിയ ബാബു, ആഷ്ന A സന്തോഷ്, S പുണ്യ, K ശിവനന്ദ തമ്പാൻ. എറണാകുളം ഒക്കലിലെ MS പ്രീത്താണ് പരിശീലക. കോഴിക്കോട് പെരുമണ്ണയിലെ R സുനിതയാണ് മാനേജർ. ക്യാമ്പിന്റെ സമാപന ചടങ്ങിൽ ഫായിക്ക അക്കാദമി മാനേജിംഗ് ഡയറക്ടർ അബ്ദുൽ സലാം അബ്ദുല്ല ക്രിസ്മസ് ന്യൂ ഇയർ കേക്ക് മുറിച്ചു. സെപക് താക്രോ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് C സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ശബരിദാസ് ബാലൻ, KV ബാബു, MS പ്രീത്, സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അംഗം മധുസൂദനൻ, MTP ബഷീർ, T അമീർ, MKP ഇർഷാദ് എന്നിവർ സംസാരിച്ചു. നടക്കുന്ന നാഷണൽ സ്കൂൾ ഗെയിംസിൽ സെപക് താക്രോ വിഭാഗത്തിൽ നടക്കുന്ന നാഷണൽ ഗെയിംസിൽ പങ്കാളിയാകാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ കുട്ടികൾ കേരളത്തിൻ്റെ ടീമിലെ അംഗങ്ങളായ ആൺകുട്ടികളും പെൺകുട്ടികളുടെയും വിഭാഗത്തിലുള്ള കുട്ടികൾ ഇവിടെ 5 ദിവസമായി കഠിന പ്രയത്നത്തിലാണ്. ബാബുവിൻ്റെയും പ്രീതിൻ്റെയും നേതൃത്വത്തിൽ, മറ്റു മാഷിലൊക്കെ നേതൃത്വത്തിൽ നമുക്ക് ഈ താക്രോ അക്കാദമി രൂപീകരിച്ചതിന് ശേഷം നമ്മുടെ പല മത്സരങ്ങളുടെയും വേദിയാകാൻ ഈ താക്രോ ഫായിക്ക അക്കാദമിയുടെ ഈ ഇൻഡോർ സ്റ്റേഡിയം. ചൊവ്വാഴ്ച രാവിലെയാണ് കേരള ടീമുകളുടെ ആദ്യ മത്സരം. ദേശീയ സ്കൂൾ ഗെയിംസ് ഡിസംബർ 22-ന് സമാപിക്കും. ഉറുമിസ്, തൃക്കരിപ്പൂർ. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. MK ബ്രദേഴ്സ് ചാരിറ്റബിൾ സൊസൈറ്റി ഉപ്പളയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യമായി കണ്ണടകൾ വിതരണം ചെയ്തു. നേരത്തെ സംഘടിപ്പിച്ച സൗജന്യ മെഡിക്കൽ ക്യാമ്പിന്റെ ഭാഗമായാണ് ആവശ്യമുള്ളവർക്ക് സൗജന്യമായി കണ്ണടകൾ നൽകിയത്. കഴിഞ്ഞ 15-ാം തീയതി തിങ്കളാഴ്ച MK ബ്രദേഴ്സ് ചാരിറ്റബിൾ സൊസൈറ്റി ഉപ്പളയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഗാ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പും സൗജന്യ കണ്ണ് പരിശോധനാ ക്യാമ്പും സംഘടിപ്പിച്ച് നാടിന് മാതൃകയായിരുന്നു. നിരവധി പേരായിരുന്നു അന്ന് ഈ സേവനം പ്രയോജനപ്പെടുത്തിയത്. കണ്ണ് പരിശോധനയ്ക്ക് വിദഗ്ധ ഡോക്ടർമാരായിരുന്നു നേതൃത്വം നൽകിയത്. പരിശോധനയിൽ 100ഓളം പേർക്ക് കണ്ണടകൾ ആവശ്യമുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. തുടർന്ന് MK ബ്രദേഴ്സ് ചാരിറ്റബിൾ സൊസൈറ്റി ഉപ്പള ഈ ദൗത്യം കൂടി ഏറ്റെടുക്കുകയായിരുന്നു. സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണടകൾ ആവശ്യമായ എല്ലാവർക്കും സൗജന്യമായി കണ്ണടകൾ വിതരണം ചെയ്തു. MK ബ്രദേഴ്സ് ചാരിറ്റബിൾ സൊസൈറ്റി ഓഫീസിൽ വെച്ചായിരുന്നു കണ്ണടകൾ വിതരണം ചെയ്തത്. നിരവധി പേർക്ക് ഈ കാരുണ്യ പ്രവർത്തനം ആശ്വാസം പകർന്നു.
MK ബ്രദേഴ്സ് ചാരിറ്റബിൾ സൊസൈറ്റി ഉപ്പള നിർധനരായ കുടുംബങ്ങളുടെ കണ്ണീരൊപ്പുവാൻ ഇതുപോലെയുള്ള കാരുണ്യ പ്രവർത്തനങ്ങളിൽ എന്നും മുന്നിലുണ്ടാകുമെന്ന് തെളിയിക്കുന്ന പുണ്യ പ്രവർത്തനമായി ഇത് മാറി. MK ബ്രദേഴ്സ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ വകയായിട്ട് എല്ലാ വർഷവും 5 വർഷത്തോളമായി നമ്മുടെ ഈ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പും അതുപോലെ തന്നെ കന്നഡ പാവങ്ങൾക്കുള്ള കന്നഡ വിതരണവും അതുപോലെ തന്നെ എല്ലാ ടെസ്റ്റും MK ബ്രദേഴ്സ് ചെയ്തു കൊടുക്കാറുണ്ട്. അതേ പ്രകാരം കഴിഞ്ഞ 26-ാം തീയതിക്ക് കഴിഞ്ഞ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിൽ നല്ലൊരു ബ്ലഡ് നമുക്ക് ലഭിക്കുകയും അതുപോലെ തന്നെ നല്ലൊരു ക്യാമ്പ് നടത്താൻ നമുക്ക് സാധിച്ചതിൽ പടച്ചവനെ സ്മരിക്കുന്നു. അതുപോലെ തന്നെ പാവങ്ങൾക്ക് നല്ല ഒരു സംവിധാനമാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. കാരുണ്യ പ്രവർത്തനത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് MK ബ്രദേഴ്സ് എപ്പോഴും മുമ്പിലാണ്. ഉപ്പള ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന MK ബ്രദേഴ്സിൻ്റെ കന്നഡ വിതരണമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. പാവങ്ങൾക്കുള്ള കന്നഡ ഫ്രീ ആയിട്ട് അവർക്ക് ടെസ്റ്റും അവർക്ക് പ്രേമും ഗ്ലാസും ഫുള്ള് ഫ്രീ ആയിട്ട് നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പൈവളികെ ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡായ മാണിപ്പാടിയിൽ LDF സ്ഥാനാർത്ഥി ഹാരിസ് പൈവളികെ നേടിയത് അട്ടിമറി വിജയം. എതിർ സ്ഥാനാർത്ഥികൾ ശക്തമായ വെല്ലുവിളി ഉയർത്തിയെങ്കിലും അവസാന ലാപ്പിൽ ഹാരിസ് പൈവളികെ വിജയക്കുതിപ്പ് നടത്തുകയായിരുന്നു. LDF പ്രവർത്തകർ ആഹ്ലാദ പ്രകടനവും മുദ്രാവാക്യം വിളികളുമായി ഹാരിസ് പൈവളികയുടെ വിജയത്തെ ആഘോഷമാക്കി മാറ്റി. വാർഡിന്റെ വികസനത്തിന് പ്രാമുഖ്യം നൽകിയുള്ള പ്രവർത്തനങ്ങളായിരിക്കും നടത്തുകയെന്നും ജനങ്ങളുടെ ഏത് പ്രശ്നങ്ങൾക്കും എന്നും മുന്നിലുണ്ടാകുമെന്നും ഹാരിസ് പൈവളികെ പറഞ്ഞു. പൈവളികെ ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡായ മാണിപ്പാടി വാർഡിൽ ഇത്തവണ ശക്തമായ പോരാട്ടമാണ് നടന്നത്. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന വാർഡിൽ LDFന്റെ യുവ നേതാവായ ഹാരിസ് പൈവളികെ വിജയിച്ച് കയറുകയായിരുന്നു. ഹാരിസിന്റെ ജനപിന്തുണ വോട്ടായി മാറിയപ്പോൾ ഇത് പൈവളികെ പഞ്ചായത്തിലെ ഒരു വാർഡിലെ തന്നെ ഏറ്റവും വലിയ അട്ടിമറി വിജയമായി മാറി. CPM മഞ്ചേശ്വരം ഏരിയ കമ്മിറ്റി അംഗമായും DYFI മഞ്ചേശ്വരം ബ്ലോക്ക് സെക്രട്ടറിയായും കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് കോർഡിനേറ്ററായും പ്രവർത്തിച്ച ഹാരിസ് പൈവളികയ്ക്ക് പൊതുജന സേവന രംഗത്ത് ലഭിച്ച അംഗീകാരമായി ഈ ജനവിധി മാറി. ഇടത് സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതികളും വികസന പ്രവർത്തനങ്ങളും ഉൾപ്പെടെ ഉയർത്തിപ്പിടിച്ചായിരുന്നു ഹാരിസിന്റെ പ്രചരണമെന്നും അത് ജനങ്ങൾ ഹൃദയത്തിൽ ഏറ്റെടുത്തതാണ് ഹാരിസിന്റെ വിജയത്തിലേക്ക് നയിച്ചതെന്നും LDF നേതാക്കൾ പറഞ്ഞു. LDF പ്രവർത്തകർ ആഹ്ലാദ പ്രകടനവും മുദ്രാവാക്യം വിളികളുമായി ഹാരിസ് പൈവളികയുടെ വിജയത്തെ ആഘോഷമാക്കി മാറ്റി. വാർഡിന്റെ വികസനത്തിന് പ്രാമുഖ്യം നൽകിയുള്ള പ്രവർത്തനങ്ങളായിരിക്കും നടത്തുകയെന്നും ജനങ്ങളുടെ ഏത് പ്രശ്നങ്ങൾക്കും എന്നും മുന്നിലുണ്ടാകുമെന്നും ഹാരിസ് പൈവളികെ പറഞ്ഞു. പൈവളികെ ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡിൽ മാണിപ്പാടിയിൽ നിന്നാണ് ഞാൻ വിവിധ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ട് ഒരു വിജയം കരസ്ഥമാക്കിയത്. തികച്ചും മാണിപ്പാടിയിലെ വോട്ടർമാർ എന്നെ പിന്തുണക്കുകയും എന്നിൽ വിശ്വാസം അർപ്പിച്ചതുകൊണ്ടാണ് ഞാൻ ഇത്തരമൊരു വിജയം നേടാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഈ മാണിപ്പാടിയിലെ വോട്ടർമാർക്കൊപ്പം ഇനി വരുന്ന 5 വർഷക്കാലം പൂർണ്ണമായ പിന്തുണയും സഹകരണവും ഞാൻ ആ മാണിപ്പാടിയിലെ വോട്ടർമാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ എന്നിൽ അർപ്പിതമായ വിശ്വാസത്തോടൊപ്പം ഞാൻ അവരോടൊപ്പം നിലനിൽക്കുമെന്നും അവർക്ക് വേണ്ട രീതിയിലുള്ള എല്ലാ സഹായ സഹകരണവും പിന്തുണയും എൻ്റെ ഭാഗത്തു നിന്നും പരമാവധി ഞാൻ ഇടപെട്ടുകൊണ്ട് ആ മാണിപ്പാടി വാർഡിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നാണ് ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പൈവളികെ പഞ്ചായത്തിലെ LDFന്റെ ഏറ്റവും മികച്ച വിജയങ്ങളിലൊന്നായി ഹാരിസ് പൈവളികയുടെ വിജയം മാറി. ജനപ്രതിനിധിയായുള്ള ഹാരിസിന്റെ പ്രകടനം നാടിന്റെ വികസനത്തിൽ നിർണായകമാകുമെന്നതിനാൽ വാർഡിലുള്ളവരെല്ലാം വലിയ പ്രതീക്ഷയിലാണ്. ഈ പ്രതീക്ഷകളെ കാത്തുസൂക്ഷിക്കുന്ന രീതിയിൽ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുമെന്ന് ഹാരിസ് ജനങ്ങൾക്ക് ഉറപ്പു നൽകുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. JCI വിദ്യാനഗറിന്റെ 2026 വർഷത്തെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് ചൊവ്വാഴ്ച വൈകുന്നേരം 6:30 വിദ്യാനഗർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് സമീപത്തുള്ള സൺറൈസ് പാർക്കിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. JCI വിദ്യാനഗറിന്റെ 2026 വർഷത്തെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് ചൊവ്വാഴ്ച വൈകുന്നേരം 6:30 വിദ്യാനഗർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് സമീപത്തുള്ള സൺറൈസ് പാർക്കിൽ വെച്ച് നടക്കും.
2022 തുടങ്ങിയ JCI വിദ്യാനഗർ എന്ന ലോക്കൽ ഓർഗനൈസേഷൻ ഇതിനോടകം തന്നെ നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിരവധി ട്രെയിനിങ്ങുകളും ബിസിനസ് മീറ്റുകളും കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പദ്ധതികളും മറ്റും നടത്തിയിട്ടുണ്ട്. പരിപാടിയുടെ മുഖ്യാതിഥിയായി മഞ്ചേശ്വരം MLA AKM അഷ്റഫ്, JCI ഇന്ത്യ സോൺ 19 പ്രസിഡന്റ് അരുൺ പ്രഭു N, JCI ഇന്ത്യ സോൺ മുൻ പ്രസിഡന്റ് V വേണുഗോപാൽ എന്നിവർ മുഖ്യ പ്രഭാഷണം നടത്തും. സോൺ വൈസ് പ്രസിഡന്റ് റാഷിദ് KH, അഷ്റഫ് PB, ഗായിക ദിവ്യ കണ്ണൂർ എന്നിവർ സംബന്ധിക്കും. പ്രോഗ്രാം ഡയറക്ടർ ഇല്യാസ് AA സ്വാഗതവും സെക്രട്ടറി സക്കീന ബാനു നന്ദിയും പറയും. പുതിയ ഭാരവാഹികളായി അനീഷ് R പ്രസിഡന്റായും സക്കീന ബാനു സെക്രട്ടറിയായും ദിവ്യ സുനിൽ ട്രഷററായുമാണ് ചുമതലയേൽക്കുന്നത്. അതിൻ്റെ ഭാഗമായി ആ ഒരു പ്രവർത്തനങ്ങളുടെ ശക്തി എന്ന രീതിയിലാണ് തുടർച്ചയായി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി ഈ ഡിസംബർ മാസം ഇനി വരാനിരിക്കുന്ന വർഷത്തേക്കുള്ള ഭാരവാഹികളുടെ അടുത്ത വർഷം ഈ ലോക്കൽ ഓർഗനൈസേഷൻ കൊണ്ട് പ്രവർത്തിപ്പിക്കേണ്ട പുതിയ ഭാരവാഹികളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങാണ് 16-ാം തീയതി, അതായത് ചൊവ്വാഴ്ച വൈകിട്ട് 6:30 മണിക്ക് വിദ്യാനഗർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിനടുത്തുള്ള സൺറൈസ് പാർക്കിൽ വെച്ച് നടക്കുന്നത്. ഈ പരിപാടി നമുക്കറിയാം, മഞ്ചേശ്വരത്തിൻ്റെ MLA ശ്രീ AKM അഷ്റഫാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നത് JCI ഇന്ത്യ സോൺ 19 ആദരണീയനായ പ്രസിഡന്റ് JCI സെനറ്റർ അരുൺ പ്രഭു സാറാണ്. അതുപോലെ തന്നെ JCIയുടെ സോൺ 19 വൈസ് പ്രസിഡൻ്റായ JCI വിദ്യാനഗറിൻ്റെ മുൻ പ്രസിഡൻറ്റും കൂടിയായ KH റാഷിദാണ്. അതുപോലെ തന്നെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് JCI ഇന്ത്യയുടെ മുൻ പ്രസിഡൻറ്റും JCIയുടെ നാഷണൽ ട്രെയിനറും ഇൻ്റർനാഷണൽ ട്രെയിനറുമായ PPP V വേണുഗോപാലൻ സാറാണ് മുഖ്യ പ്രഭാഷണം നടത്തുന്നത്. ഭാരവാഹികളായ സോൺ വൈസ് പ്രസിഡന്റ് റാഷിദ് KH, പ്രോഗ്രാം ഡയറക്ടർ ഇല്യാസ് AA, അനീഷ് R, സക്കീന ബാനു, ദിവ്യ സുനിൽ ഉച്ചിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നവീകരിച്ച കാഞ്ഞങ്ങാട് മുറിയനാവി മുഹിയുദ്ദീൻ മസ്ജിദ് ഉദ്ഘാടനം നടന്നു. പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. നവീകരിച്ച കാഞ്ഞങ്ങാട് മുറിയനാവി മുഹിയുദ്ദീൻ മസ്ജിദ് ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. അസ്ലമിന്റെ വിയോഗം ഈ നാടിനെ മാത്രമല്ല നമ്മുടെ മുതലാളികളായിട്ടുള്ള അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്കും പ്രവാസികളായിട്ടുള്ള അബുദാബി അല്ലെങ്കിലുള്ള ഞങ്ങൾക്കൊക്കെ സഹോദരന്മാർക്കൊക്കെ ഒരുപാട് പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട്. പെട്ടെന്നുള്ളൊരു വിയോഗം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒന്നാണ്. 2018 അസ്ലമിനെ ഞങ്ങളൊക്കെ ആദ്യം പരിചയപ്പെടുന്നത്. അന്ന് മുതൽ ഇന്ന് വരെയും മരണം വരെയും വളരെ ഉദാത്തമുണ്ട്. അദ്ദേഹം സംസാരിക്കുന്നത് മുഴുവനും നന്മക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി. സ്വന്തം ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്യുന്നുണ്ടെങ്കിലും അത് അതിൻ്റെ ഗുണം അത് സമൂഹത്തിനോട് കൂടി കിട്ടുന്ന നിലക്കുള്ള നയമായിരുന്നു അദ്ദേഹത്തിൻ്റെ. CH സെൻ്റർ ഇവിടെ തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തകർ ഈ പ്രദേശത്തെ ആളുകൾക്ക്, പാവപ്പെട്ടവർക്ക് ഏറ്റവും കൂടുതൽ ഒരു തണലായി അവരുടെ കുടുംബം ഇന്നും നിലനിർത്തിയ മുറിയനാവി മസ്ജിദ് ഇമാം ഹാഫിൾ മുഹമ്മദ് സ്വബാഹ് റിഗാദ് നടത്തി. സ്വാഗത സംഘം ചെയർമാൻ CH അഹമ്മദ് കുഞ്ഞി ഹാജി അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് കടപ്പുറം ജമാഅത്ത് ഖത്തീബ് അബ്ദുൽ അസീസ് അഷ്റഫി മുഖ്യപ്രഭാഷണം നടത്തി. സ്വാഗത സംഘം കൺവീനർ PK സുബൈർ, ട്രഷറർ CH മുസ്തഫ, മുബാറക് ഹസൈനാർ ഹാജി, ബഷീർ വെള്ളിക്കോത്ത്, MK അബൂബക്കർ ഹാജി, PK അബ്ദുള്ള കുഞ്ഞി ഹാജി, VK അസീസ് ഹാജി മങ്കയം, A ഹമീദ് ഹാജി, CH അബ്ദുൽ കരീം ഹാജി, CK അഷ്റഫ്, M അബൂബക്കർ ഹാജി, അഷ്റഫ് എടനീർ, ഷംസുദ്ദീൻ KH, C യൂസഫ് ഹാജി, ഷിഹാബ് മാസ്റ്റർ, K മുഹമ്മദ് കുഞ്ഞി എന്നിവർ സംസാരിച്ചു. തുടർന്ന് ബാവാനഗർ ദഫ് സംഘം അവതരിപ്പിച്ച മെഗാ ദഫ് പ്രദർശനവും സുബൈർ മാസ്റ്റർ തോട്ടിക്കൽ ആൻഡ് പാർട്ടി അവതരിപ്പിച്ച അധികാരം തകർത്ത കിനാക്കൾ എന്ന ഇസ്ലാമിക്
കഥാപ്രസംഗവും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലെ സഞ്ചരിക്കുന്ന നേത്ര വിഭാഗത്തിന്റെയും പെരിയ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ പെരളം റെഡ് യങ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ സഹകരണത്തോടെ സൗജന്യ നേത്ര ദന്ത പരിശോധനാ ക്യാമ്പ് നടന്നു. ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലെ സഞ്ചരിക്കുന്ന നേത്രവിഭാഗത്തിന്റെയും പെരിയ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ പെരളം റെഡ് യങ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ സഹകരണത്തോടെ സൗജന്യ നേത്ര ദന്ത പരിശോധനാ ക്യാമ്പ് നടന്നു. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി ഒഫ്താൽമോളജി ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ എസ് അപർണ, പെരിയ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം അസിസ്റ്റന്റ് ഡെന്റൽ സർജൻ ഡോക്ടർ KP വിജിൻ എന്നിവർ പരിപാടി വിശദീകരിച്ച് സംസാരിച്ചു. ദന്ത ഡോക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരും ഞാൻ ഈ പഠിച്ചിറങ്ങി നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരു നാട്ടുകാർ വിഷയം ചോദിക്കും. അവർ ചോദിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പല്ല് പൊരിക്കാനൊക്കെ പഠിച്ചോടാന്ന് ചോദിക്കുക. പല്ല് പൊരിക്കാൻ പഠിച്ചോടാം. ശരിക്കും ദന്ത ഡോക്ടർ എന്ന് പറഞ്ഞാൽ പല്ല് പൊരിക്കുന്നതാണല്ലോ കേട്ടോ, പല്ല് സംരക്ഷിക്കുന്നതാണ്. ഈ പല്ല് പറിക്കുക എന്ന് പറയുന്നത് ഏറ്റവും അവസാനത്തെ കാര്യമാണ്. നമുക്കൊന്നും നടന്നില്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം. അതൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ആക്സിഡൻറ്റ് നടക്കുന്നു, എന്നിട്ട് ഒരാൾക്കൊരു കാല് ഒരു 2-3 ഒടിവ് നടക്കും. ആശുപത്രി കൊണ്ടുവന്നു. അപ്പോൾ തന്നെ അവിടുത്തെ ഡോക്ടർ നോക്കിയതിന് ശേഷം ഡോക്ടർ പറയുകയാണ് ആ കാല് മുറിച്ച് കളയും. അങ്ങനെയല്ല ഒരിക്കലും സംഭവിക്കുന്നത്. പെരിയ കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ MV അശോകൻ അധ്യക്ഷത വഹിച്ചു. പെരളം റെഡ് യങ്സ് ക്ലബ് ഖജാൻജി P കുഞ്ഞിക്കേളു സ്വാഗതം പറഞ്ഞു. ജില്ലാ ഒപ്താൽമിക് കോർഡിനേറ്റർ P കവിത, ഒപ്റ്റോമെട്രിക് S വർഷ, ഡെന്റൽ അസിസ്റ്റന്റ് M പ്രജിത, ഒപ്റ്റോമെട്രിസ്റ്റ് KV നമിത, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ CK നിതുൻ ലാൽ, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് PK ആര്യ, MLS P സിന്ധു, T നാരായണൻ, ആശാ വർക്കർമാരായ T ബിന്ദു, T ലത, പെരളം റെഡ് യങ്സ് ക്ലബ് സെക്രട്ടറി T മനുഷ്, എക്സിക്യൂട്ടീവ് മെമ്പർ P കുഞ്ഞിക്കണ്ണൻ, MV നാരായണൻ എന്നിവർ നേതൃത്വം നൽകി. ക്യാമ്പിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവം നടക്കുന്ന മടിക്കേയി പെരിയാങ്കോട്ട് ഭഗവതി ക്ഷേത്രത്തിന്റെ പരിധിയിൽപ്പെടുന്ന ഓർക്കാൽ മീത്തലാപുര തറവാട് വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് മഹോത്സവത്തിന്റെ മുന്നോടിയായി കൂവം അളക്കൽ ചടങ്ങ് നടന്നു. നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. 28 വർഷങ്ങൾക്ക് ശേഷം വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവം നടക്കുന്ന മടിക്കേയി പെരിയാങ്കോട്ട ഭഗവതി ക്ഷേത്രത്തിന്റെ പരിധിയിൽപ്പെടുന്ന ഓർക്കോൽ മീത്തലപുര തറവാട് വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് മഹോത്സവത്തിന് മുന്നോടിയായി കൂവമളക്കൽ ചടങ്ങ് നടന്നു. പെരിയാങ്കോട്ട് ഭഗവതി ക്ഷേത്ര ആചാരസ്ഥാനികന്മാരുടെയും വെളിച്ചപ്പാടന്മാരുടെയും വിവിധ കഴകങ്ങളിലെ ആചാരസ്ഥാനികന്മാരുടെയും മഹനീയ സാന്നിധ്യത്തിൽ തറവാട് കാരണവർ കുമാരൻ ശരളത്ത് കൂവമളക്കൽ ചടങ്ങിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ആഘോഷ കമ്മിറ്റി ചെയർമാൻ C പ്രഭാകരൻ, വൈസ് ചെയർമാൻ അനിൽ നീരളി, ജനറൽ കൺവീനർ ഗംഗാധരൻ താളിക്കുണ്ട്, ട്രഷറർ നാരായണൻ ഓർക്കോൽ എന്നിവർ നേതൃത്വം നൽകി. വിവിധ ക്ഷേത്രങ്ങളിലെ ഭാരവാഹികൾ, തറവാട് അംഗങ്ങൾ, മാതൃസമിതി അംഗങ്ങൾ, ആഘോഷ കമ്മിറ്റി അംഗങ്ങൾ, വിവിധ പ്രദേശങ്ങളിലെ നാട്ടുകാരും ചടങ്ങിൽ സംബന്ധിച്ചു. ഇതോടൊപ്പം തെയ്യംകെട്ട് മഹോത്സവത്തിന്റെ അടയാളം കൊടുക്കൽ ചടങ്ങും ഫണ്ട് കൈമാറലും നടന്നു. 2026 മാർച്ച് 6, 7, 8 തീയതികളിലായി വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവം നടക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കരക്കക്കുണ്ട് ആൽത്തറക്കാൽ മുത്തപ്പൻ മടപ്പുര പ്രതിഷ്ഠാദിന തിരുവപ്പന വെള്ളാട്ടം ഫെബ്രുവരി 13, 14, 15 തീയതികളിൽ നടക്കും. ആഘോഷത്തിന് മുന്നോടിയായി നിധി ശേഖരണത്തിന് തുടക്കം കുറിച്ചു. കരക്കക്കുണ്ട് ആൽത്തറക്കാൽ മുത്തപ്പൻ മടപ്പുര പ്രതിഷ്ഠാദിന തിരുവപ്പന വെള്ളാട്ടം ഫെബ്രുവരി 13, 14, 15 തീയതികളായി നടക്കും. ആഘോഷത്തിന് മുന്നോടിയായി നിധി ശേഖരണത്തിന് തുടക്കം കുറിച്ചു. കരക്കക്കുണ്ടിലെ K നാരായണനിൽ നിന്നും ആഘോഷ കമ്മിറ്റി ചെയർമാൻ KV രാഘവൻ നായർ ആദ്യ നിധി ഏറ്റുവാങ്ങി. നമ്മുടെ ഈ പ്രാവശ്യ ഉത്സവം വരുന്നത് 1, 2, 3 അതായത് ഫെബ്രുവരി 13, 14, 15 വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഇപ്പോൾ ഇന്ന് മുതൽ തയ്യാറെടുത്ത് കഴിഞ്ഞു. അപ്പോൾ അതിനുവേണ്ടി ആഘോഷങ്ങൾക്ക് വേണ്ട ഓരോ കമ്മിറ്റിക്കും വേണ്ട ആൾക്കാരെ ഇന്ന് നമുക്ക് ഇടുന്ന് തിരഞ്ഞെടുക്കണം. നമ്മുടെ ഉത്സവം വളരെ ഭംഗിയായി ഇതുവരെ യാതൊരു ആളില്ലാണ്ട് മുൻകാലങ്ങളിൽ പോയിട്ടുണ്ട്. അതുപോലെ ഈ പ്രാവശ്യവും വളരെ
നന്നായി തന്നെ എല്ലാവരും ഉത്സാഹിച്ച് എല്ലാവരും ഒത്തൊരുമിച്ച് നമ്മുടെ ഈ നാടിൻ്റെ ഉത്സവം ഭംഗിയാക്കി തരണമെന്ന് ഞാൻ ആദ്യമായിട്ട് അഭ്യർത്ഥിച്ചോളൂ. മടപ്പുരയിൽ നടന്ന ഭക്തജനങ്ങളുടെ യോഗത്തിൽ എൻ പ്രകാശൻ, കെ മധു എന്നിവർ സംസാരിച്ചു. ആഘോഷ കമ്മിറ്റി ഭാരവാഹികളെ ചടങ്ങിൽ വെച്ച് തെരഞ്ഞെടുത്തു. കെ വി രാഘവൻ നായരെ ചെയർമാനായും, കൃഷ്ണൻ ഒയക്കട, എം രമേശൻ മൂലയിൽ എന്നിവരെ വൈസ് ചെയർമാൻമാരായും, എൻ പ്രകാശൻ കാനത്തിലിനെ ജനറൽ കൺവീനറായും, രത്നാകരൻ അടിയോടി, പി നാരായണൻ അനിലാലയം എന്നിവരെ ജോയിന്റ് കൺവീനർമാരായും, കെ മധു കരക്കക്കുണ്ടിനെ ഖജാൻജിയായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് കള്ളാർ കോട്ടക്കുന്നിൽ പുലിയെ ചത്ത നിലയിൽ കണ്ടെത്തി. ജഡത്തിന് ഒരാഴ്ച പഴക്കമുണ്ടെന്ന് അനുമാനം. വനം വകുപ്പ് അന്വേഷണം തുടങ്ങി. പൂമാരുതൻ തെയ്യത്തിന്റെ പരിച കൊണ്ടുള്ള തട്ടേറ്റ് യുവാവ് ബോധരഹിതനായി. കാസർഗോഡ് നീലേശ്വരം പള്ളിക്കര പാലാരെ കീഴിൽ ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിലെ തെയ്യം വെള്ളാട്ടത്തിനിടെയായിരുന്നു സംഭവം. മധൂരിൽ BJP ഭരണം തുടർച്ചയായി 46-ാം വർഷത്തിലേക്ക്. വിജയാഘോഷ റാലിയും പൊതുപരിപാടിയും നടത്തി. UDF തൃക്കരിപ്പൂരിൽ വിജയാഹ്ലാദവും പ്രകടനവും പൊതുയോഗവും നടത്തി. വിജയിച്ച സ്ഥാനാർത്ഥികളെ ആനയിച്ചായിരുന്നു ആഹ്ലാദ പ്രകടനം. കള്ളവോട്ട് നടന്നതായുള്ള ആരോപണവുമായി പിലിക്കോട് ഡിവിഷൻ UDF സ്ഥാനാർത്ഥിയും ഭാരവാഹികളും രംഗത്ത്. LDFന്റെ കള്ളവോട്ടിന് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും ഒത്താശ ചെയ്തുവെന്നും നേതാക്കൾ. ജോധ്പൂരിൽ നടക്കുന്ന ദേശീയ സ്കൂൾ ഗെയിംസിൽ പങ്കെടുക്കുന്ന കേരള സെപക് താക്രോ ടീമുകൾ ഡിസംബർ 16-ന് കളത്തിലിറങ്ങും. ചൊവ്വാഴ്ച രാവിലെയാണ് ആദ്യ മത്സരം. JCI വിദ്യാനഗറിന്റെ 2026 വർഷത്തെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് ചൊവ്വാഴ്ച. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.